എക്സൽ നമുക്ക് നമ്മൾ ഒന്നെങ്കിൽ ഡെസ്ക്ടോപ്പിൽ തന്നെ നമുക്ക് ഡയറക്റ്റായിട്ട് ഇടാം, അല്ലെങ്കിൽ നമുക്കങ്ങനെ സെർച്ചിങ് പാനൽ ഉപയോഗിച്ചിട്ട് സെർച്ച് ചെയ്തെടുക്കാം. അതിൽ നമുക്ക് ഫസ്റ്റ് തന്നെ സ്പ്രെഡ് ഷീറ്റ്, നമുക്ക് ഒരുപാട് സെൽസ് അവൈലബിൾ ആണ്. അത് എത്ര അൺലിമിറ്റഡ് ഓഫ് സെൽസാണ് നമുക്ക് അവൈലബിൾ ആയിട്ട് വരുന്നത്. അതിൽ റിബോൺസ് ഉണ്ട്, മുകളിലായിട്ട് ഫയലുണ്ട്, ഇൻസെർട്ട് ടാബ്സ്. അങ്ങനെ അതിൽ നമ്മൾ മെയിനായിട്ട് ഫയലിലെടുത്താൽ എന്താണ് സേവ്, അതിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. സേവ്, ഓപ്പൺ പറഞ്ഞാൽ നമുക്ക് മുന്നുള്ള ഫയൽ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് നമുക്ക് അവൈലബിൾ ആയിട്ട് വരും. ഫയലിൽ പറയുന്നത് മെയിനായിട്ട് നമുക്ക് സേവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫയൽ നമുക്ക് എടുക്കുന്നത്. ഇപ്പം നമുക്ക് അത്രമാത്രം പഠിച്ചു വെക്കുക. ഇനി ഒരു ബേസിക് ആയിട്ടുള്ള നോളജ് മാത്രമാണ് ഞാനിപ്പോൾ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് എന്ന് പറയാം. ഇനി നമുക്ക് എന്താ വെച്ചാൽ ഒരു റിബൺസ് ഉണ്ട് ഞാൻ പറഞ്ഞു. ആ റിബൺസിൻ്റെ താഴെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് ഹോം ഉണ്ട്, ഇൻസെർട്ട് ഉണ്ട്, പേജ് ലേഔട്ട്, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇത് ഓരോന്നും നമുക്ക് ഓരോ ഇതായിട്ട് നമുക്ക് പഠിക്കേണ്ടതാണ്. കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് ഇതിന് മുമ്പ് ഞാൻ ചെയ്തിട്ടുള്ള എക്സലിൻ്റെ വീഡിയോസ് അവൈലബിൾ ആണ്. ഞാൻ വേണമെങ്കിൽ ഒന്ന് പിൻ ചെയ്തിടാം, ഡിസ്ക്രിപ്ഷനിൽ പിൻ ചെയ്തിടാം. അതൊന്ന് കണ്ടവർക്ക് എല്ലാവർക്കും മനസ്സിലാവും. ഇത് ജസ്റ്റ് ഞാൻ ഇൻട്രോ പോലെ കൊടുക്കുന്നതാണ്. ഇതിൽ ഫോർമാറ്റ്സ് എല്ലാം എന്തിനാണെന്ന് ഞാൻ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് പറഞ്ഞിട്ടുണ്ട്, എല്ലാവരും അത് കേൾക്കുക. പിന്നെ ഫോർമാറ്റ് സെല്ലിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അത് നമുക്ക് ഓരോന്നിൻ്റെയും ഉപയോഗങ്ങൾ എന്താണെന്നും എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും നമുക്ക് അറിയേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ദാറ്റ് നമുക്ക് ഇനി അടുത്ത സെക്ഷനിലേക്ക് കിടക്കുന്നത് മെയിനായിട്ട് ഞാൻ പറയാൻ പോകുന്നത് എന്താ വെച്ചാൽ, ഒരു സ്പ്രെഡ്ഷീറ്റിൽ ഫോർമാറ്റ് സെല്ല് മാത്രമല്ല ഒരുപാട് സംഭവങ്ങൾ അവൈലബിൾ ആണെന്ന് ഞാൻ പറഞ്ഞു. ഷീറ്റ് 1, ഷീറ്റ് 2, ഷീറ്റ് 3. നമ്മളിപ്പോൾ ഓരോ സ്പ്രെഡ്ഷീറ്റ് ഓപ്പൺ ആക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു എക്സൽ ഓപ്പൺ ആക്കുമ്പോൾ നമുക്ക് വരുന്നത് ബുക്ക് 1, ബുക്ക് 2, ബുക്ക് 3. ഫസ്റ്റ് 1 ബുക്ക് 1 അങ്ങനെ ആയിരിക്കും. ഇപ്പോൾ ഞാനിത് ഈ ഒരു സെല്ലിൽ ഞാൻ W എന്ന് ടൈപ്പ് ചെയ്തു. അപ്പോൾ നമുക്ക് താഴെയായിട്ടൊരു ഇത് കാണാം, അതിൽ റെഡി എന്ന് ഒരു സംഭവം കാണാം. അത് നമുക്ക് പറയണത് സ്റ്റാറ്റസ്, കറണ്ട് ആയിട്ടുള്ള സ്റ്റാറ്റസ് ബാറാണ് റെഡി പറയണത്, അല്ലെങ്കിൽ എഡിറ്റ് എന്ന് പറയണത്. പിന്നെ നമുക്ക് സ്ക്രോളിംഗ് പാനൽസ് അവൈലബിൾ ആണ്. സ്ക്രോളിംഗ് ചെയ്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടേക്കും ഒക്കെ മാറ്റാവുന്ന സ്ക്രോളിംഗ് പാനൽസ് അവൈലബിൾ ആണ്. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഇതിൽ അവൈലബിൾ ആണ്. ഇതിൽ ജസ്റ്റ് ഒന്ന് ഇൻട്രോ ആയിട്ട് പറയുകയാണെങ്കിൽ, നമുക്ക് ബേസിക്കായിട്ട് ഒരാൾക്ക് അറിഞ്ഞിരിക്കേണ്ട നോളജ് അറിയണത് ഇത് സെല്ലാണ് എന്ന് അറിഞ്ഞിരിക്കണം. വെർട്ടിക്കലി വരുന്നത് എന്താണ് കോളമാണെന്നും അറിഞ്ഞിരിക്കണം. ഹൊറിസോണ്ടലി വരുന്നത് റോസ് ആണ് എന്നും അറിഞ്ഞിരിക്കണം. ഇതാണ് മെയിനായിട്ട് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത് 2 കാര്യങ്ങളെന്ന് പറയുന്നത് ഒരു സ്പ്രെഡ്ഷീറ്റിൽ. പിന്നെ ഫയലിലാണ് സേവ് എന്ന ഓപ്ഷൻ വരുന്നത് എന്ന് നമുക്ക് അറിഞ്ഞിരിക്കണം. ഈ ബ്രേക്ക് എന്നൊക്കെ പറയണത് ഞാൻ മുമ്പുള്ള ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ട്. ഈ ക്ലാസ് കേട്ടതിന് ശേഷം മാത്രം അവിടേക്ക് പോവാം. ഇനി അടുത്ത് പറയാനുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ, ഈ ഒരു ഷീറ്റ് എന്ന് പറയുന്നത് ഇത് ന്യൂമറിക്കലായിട്ട് കുറേ നമ്പേഴ്സ് ഉണ്ടാവും. അതേപോലെ തന്നെ നമുക്ക് ക്വിക്ക് ആക്സസ് ടൂൾ ബാർ മുകളിൽ അവൈലബിൾ ആണ്. അതെന്തിനാണെന്ന് ചോദിച്ചാൽ, നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും ടൂൾസ് അവൈലബിൾ ആയിട്ട് റീഡും ഉണ്ട്, അണ്ടും ഉണ്ട്. കണ്ടോ, ഇത് അണ്ടു റീഡു എന്ന 2 ഓപ്ഷൻസ്. നമുക്ക് കൺട്രോൾ സെഡും അതേപോലെ തന്നെ കൺട്രോൾ വൈ ഒക്കെ കൊടുക്കില്ലേ, അതേപോലെ തന്നെ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, കൺട്രോൾ സെറ്റ് പറഞ്ഞാൽ എന്താ അണ്ട്, കൺട്രോൾ വൈ പറഞ്ഞാൽ റീഡ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ക്വിക്ക് ആക്സസ് ടൂൾ ബാർ എടുത്തിട്ട് നമുക്ക് എന്തൊക്കെ ഇനിയും ഇൻസേർട്ട് ചെയ്യണോ അതൊക്കെ നമുക്ക് ഇൻസേർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻസും അവൈലബിൾ ആണ്. സോ ഇത്രയേ ഉള്ളൂ നമുക്ക് ഇതിൽ മെയിനായിട്ട് പറയാനുള്ളത് എന്ന് പറഞ്ഞു. ഈ ഒരു സെക്ഷനിൽ ഒരാൾക്ക് ബേസിക്കായിട്ട് ഒരു സ്പ്രെഡ്ഷീറ്റ് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ഇത് മാത്രം മതി. ഇത് നമുക്ക് ക്ലോസ് ചെയ്യാനും അതേപോലെ തന്നെ മുകളിലുള്ള അണ്ടു റീഡോ അതേപോലെ തന്നെ സേവ് ഓപ്ഷൻസ് ഓട്ടോമാറ്റിക് ആ ഒരു ഇത് ക്ലോസ് ചെയ്യാനുള്ളതും ഒക്കെ അവൈലബിൾ ആണ്. ഇപ്പോൾ താഴെ വന്നില്ലേ സേവ് ഓപ്ഷനും അതേപോലെ തന്നെ അണ്ടു റീഡോ ഒക്കെ. ഇത് നമുക്ക് ഇനി ടോപ്പിലോട്ടും കൊണ്ടുപോകാം. അതേപോലെ എന്താ പറയുക, ഷോ എബൌട്ട് ദ ബോട്ടം കണ്ടോ, ഇത് നമുക്ക് താഴോട്ടും മുകളിലോട്ടൊക്കെ നമുക്ക് അതിൻ്റെ ലൊക്കേഷൻസ് മാറ്റാവുന്നതാണ്. വളരെയധികം ആഡ് ടു ക്വിക്ക് ആക്സസ് ടൂൾ ബാർ കണ്ടോ, മോർ കമൻറ്റ്സ് അതിൽ പോയി സെലക്ട് ചെയ്താൽ നമുക്ക് ജനറൽ ആണെങ്കിലും ഫോർമുലാസ്, പ്രൂഫിങ്സ്, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് അവൈലബിൾ ആണ്. അതിൽ ക്വിക്ക് ആക്സസ് ടൂൾ ബാർ പറയുന്നത് നമുക്ക്
ഇല്ലാത്ത ഇതുണ്ടാവുമല്ലോ, അത് ഇതിൽ നിന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ മെയിലായിക്കോട്ടെ, അല്ലെങ്കിൽ ഇപ്പോൾ പ്രിൻ്റ് ഓപ്ഷൻ ഉണ്ട് വേണമെന്ന് കരുതിക്കോ. അപ്പോൾ അതിലെങ്കിൽ പ്രിൻ്റ് ഓപ്ഷൻ നമ്മൾ Ctrl+P അമർത്തണ്ട, നമുക്ക് ഡയറക്റ്റായിട്ട് പ്രിൻ്റ് വേണമെങ്കിൽ അത് നമുക്ക് അതിൽ അവൈലബിൾ ആക്കാം മുകളിലായിട്ട് ക്വിക്ക് ആക്സസ് ടൂൾ ബാറിൽ. അല്ലെങ്കിൽ വേറെ എന്താണ് മെയിൽ എന്നത് ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ മെയിൽ എന്ന ഓപ്ഷൻ നമുക്ക് ആഡ് ചെയ്തിടാം. അങ്ങനെ ഓരോന്നത് ടിക്ക് കൊടുത്താൽ മതി. ടിക്ക് കൊടുത്താൽ അതിൻ്റെ മുകളിലായിട്ട് ഫോർമുല മുകളിലായിട്ട് ക്വിക്ക് ആക്സസ് ടൂൾ ബാറിൽ നമുക്ക് ആ ഒരു ഓപ്ഷൻ നമ്മൾ ഏതാണോ ഇവിടെ സെലക്ട് ചെയ്തത് ആ ഒരു ഓപ്ഷൻ അവൈലബിൾ ആയിട്ട് കാണിക്കുന്നതാണ്. ഇത് നമുക്ക് വളരെ ഒരു ഉപയോഗപ്രദമായിട്ടുള്ളൊരു ആപ്പാണ്.